ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ മന്തി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചേരുവകളാണ് പറയുന്നത്. കോഴി ഒരു 2 കിലോ, ഒരു കയ്യിൽ മുളക് പൊടി, ചെറിയ കയ്യിലും മഞ്ഞൾപ്പൊടി, മന്തി മസാലയാണ്, ഒരു കയ്യിൽ മന്തി മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 കയ്യിൽ വേണം, ആവശ്യത്തിന് ഉപ്പ്, 1.5 കൈ തൈര്, പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് നരിഞ്ഞിട്ട്, കസ്തൂരി മേത്തി. ശരിക്കൊന്ന് എല്ലാം കൂടെ കൊണ്ട് കുഴച്ച് വെക്കാം. നമുക്ക് 2 മണിക്കൂർ ഇരിക്കണം. ശരിക്കും കുഴച്ച് വെക്കണം, എല്ലാത്തിനും പിടിക്കണം. മസാലയും തൈരും കസ്തൂരി മേത്തിയുടെ ഒക്കെ ചുവയും ഒക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് കൂടുതൽ നേരം വരുന്നത് അത്രയ്ക്കും ടേസ്റ്റും ആ ഇറച്ചിയിലെല്ലാം പിടിച്ചിരിക്കും. എത്ര നേരം വെക്കണം അത്രയും നല്ലതായിരുന്നു. ഇത്തിരി ഉപ്പൊക്കെ നോക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പോ പുളി എരിവോ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നോക്കിയിട്ട് ഇത്തിരി ഇട്ടാൽ മതി. നമുക്ക് ഇത് ഓക്കെ. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 6 സവാള ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ 6 എടുത്തത്. ഒരു തക്കാളി, കുറച്ച് കരിവേപ്പില, ചെറിയൊരു ക്യാപ്സിക്കം, 10 പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളിയും കൂടി അരച്ച പേസ്റ്റാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളകും കൂടി ചതച്ച് വെച്ചതൊക്കെയാണ്. നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മളിപ്പോൾ വറക്കാൻ പോവാണ്. ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. 1.5 കിലോ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് 1.5 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. ഇനി തുടങ്ങാം. ഇനി നമുക്ക് ഇറച്ചി വറക്കാനിടാം. എണ്ണ ചൂടായി നമുക്ക് ചിക്കൻ വറക്കാം. സാധാരണ ചിക്കൻ വറക്കണ പോലെ ആകുമ്പോൾ അധികം മുരിച്ചെടുക്കരുത്. ഇത് അതിനെക്കാട്ട് ഇത്തിരിയും കൂടെ മുമ്പ്, ആ മൂപ്പിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് വരുള്ളൂ. നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. അധികം അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും. ഇറച്ചിയെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിക്കാം. കുക്കറിലാണ് വയ്ക്കണം. കുക്കർ ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിപത്രി എല്ലാം കൂടി ഇടാം. ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇടാം. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞ് പെട്ടെന്നത് വഴറ്റി വരും. കുക്കറിൽ വെക്കണ കൊണ്ടാണ് ഞാൻ ഇറച്ചി വറുത്തെടുത്തത്. ഇത് അധികം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കരുത്. കുക്കറിൽ കിടന്ന് വെന്തോടും. ബാക്കി വേവിച്ചെടുത്തത് അല്ലെങ്കിൽ ശരിക്കും അലന്നു പോകും. കുക്കറിൽ കിടന്ന് വേവിക്കുമ്പോഴേ അലന്നു പോകണ കൊണ്ടാണ് ഞാൻ വറുത്തെടുത്തത്. നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതിടാം, പച്ചമുളക് ഇടാം, വേപ്പിലിടാം. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് നമ്മൾ ഇടാൻ പോവാം. ഇനി ക്യാപ്സിക്കം ഇടാം. ഒരു കയ്യിൽ മുളക് പൊടി അധികം വേണ്ട. ഒരു 1/4 കയ്യിൽ മഞ്ഞൾപ്പൊടി, 1/2 കയ്യിൽ കുരുമുളക് പൊടി, ഒരു കയ്യിൽ ഫുള്ളായിട്ട് മന്തി മസാല ഞാൻ ഇടുന്നത്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് മന്തി മസാല. കാണാത്തവർ അത് പോയി കാണുക. താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണുക. മന്തി മസാല ഞാൻ ഇട്ടേക്കുന്നത് ഇതിൻ്റെ അകത്ത്. തൈര്, 1/2 കയ്യിൽ തൈര് ഇടുക. നമുക്കിനി ചിക്കൻ ഇതിലോട്ട് ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇറച്ചി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പടി ഇറച്ചി ഇട്ട് വേവിക്കരുത്, കുറച്ച് മാറ്റി വെക്കുക. ഇനി നമ്മളിതിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1.5 ലിറ്റർ തേങ്ങാപ്പാൽ ഇതിലിട്ട് ഒഴിക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിൽ അരിയിടാം, കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിടാം.
ഇനി ആവശ്യത്തിന് ഉപ്പിടാം നമുക്കൊരു. ചോറിനുള്ള കൂടെ ഉപ്പ് നമ്മൾ നോക്കിയിടണം. തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി ഇടാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും ഉപ്പിടാം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാരണ ചെയ്യണ പോലെ നമുക്ക് വെള്ളത്തിലും ചെയ്യാം. അതായത് 3 ഗ്ലാസ് അരി എടുക്കണമെങ്കിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ വേണം നിർബന്ധമില്ല. ഞാൻ തേങ്ങ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യിടാം. നമുക്ക് അടച്ചിട്ട് 2 സ്റ്റീം വരാൻ പാടുള്ളൂ കേട്ടോ. 2 സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് വെന്തിട്ട് കാണാം. നമ്മുടെ സ്വാദിഷ്ടമായ കുക്കർ മന്തി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം.